ഇന്ന് നമുക്കൊരു കസ്റ്റമർ ഒരു ബോട്ടിൻ്റെ ബാറ്ററി ബാക്കപ്പ് ഇഷ്യൂ പറഞ്ഞിട്ട് അയച്ചു തന്നൊരു സെറ്റാണിത്. ബോട്ട് സ്റ്റോൺ 650 ആയിട്ടുള്ളൊരു മോഡലാണിത്. പിന്നെ ഇതിൻ്റെ സൗണ്ടിന് എന്തോ ഒരു പ്രശ്നം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് കണ്ടോ, ഇതിന് രണ്ട് സൈഡും രണ്ട് റബ്ബർ പാഡ് കൊടുത്തിട്ടുണ്ട്. ഒരു പ്രൊട്ടക്ഷനും പൊടി കയറാണ്ടൊക്കെ വേണ്ടിയിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. 4 സൈഡിലും ഉണ്ട് സ്ക്രൂസ്. ആദ്യം അതൊക്കെ ഒന്ന് അഴിച്ചിട്ട് നമുക്കിതിൻ്റെ മെറ്റൽ നെറ്റുണ്ട് ഫ്രണ്ടത്തെ, അത് അഴിക്കാനിട്ട്. നല്ല എയർ ടൈറ്റ് ആയിരിക്കും. അപ്പോൾ സ്ക്രൂസൊക്കെ മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വർക്കിംഗ് ചെയ്യുന്ന സമയത്ത് വളരെ എന്താ പറയുക, നല്ല എയർ ഇങ്ങനെ പുറത്തേക്ക് തള്ളും. അപ്പോൾ അതിൻ്റെ വർക്കിങ്ങിന് അത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. സ്ക്രൂസൊക്കെ ഇതുപോലെ എടുത്ത് വെക്കുന്നത് നന്നായിരിക്കും. ഇതിൻ്റെ ഗ്രില്ലിൻ്റെ സ്ക്രൂസ് നമുക്കൊന്ന് അഴിക്കാം. ഓക്കെ, സ്ക്രൂസ് അഴിച്ചിട്ടുണ്ട്. ഇനി മെല്ലെ അതിനകത്ത് പുറത്തേക്ക് എടുക്കാം. ഫുള്ള് പൊടിയാണ്. അപ്പോൾ കുറച്ച് കാലം യൂസ് ചെയ്തതിൻ്റെ നല്ല അറിയാൻ പറ്റുന്നുണ്ട് നമുക്ക്. അത്യാവശ്യം നല്ല പൊടിയുണ്ട് ഇതിനുള്ളിൽ. ഇതാണ് ഇതിൻ്റെ ഇൻസൈഡ് വരുന്നത്. 2 സ്പീക്കർ, ഒരു ബാറ്ററി, പിന്നെ അതാണ് അതിൻ്റെ മെയിൻ ബോർഡ്. PCB എന്ന് പറയുന്നത് അതാണ്. ഒക്കെ ബട്ടൺസാണ്. ബട്ടൺസിന് കുഴപ്പമൊന്നുമില്ല, ചെക്ക് ചെയ്തിട്ട് വർക്കിംഗ് കണ്ടീഷനാണുള്ളത്. പിന്നെ അത് വയർ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക. അതേപോലെ 2 കട്ടിങ് ഇട്ടിട്ടാണ്, അതായത് വയർ വരാൻ വേണ്ടി മാത്രം. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഫുള്ള് മറ്റേ ഒരു തരം റബ്ബറിൻ്റെ ഒരു എന്താ പറയുക, ചെറിയൊരു ഫോം ഉണ്ടാവും. ഈ ഫോം വയറിനെ ചുറ്റിയിട്ടാണ് അതിനുള്ളിൽ ഇറക്കി വെക്കുക. അതാകുമ്പോൾ എയർ അതിനുള്ളിൽ കൂടെ തള്ളിയിട്ട് നോയ്സ് മാക്സിമം അത് ഒഴിവാക്കും. അതിന് വേണ്ടിയിട്ടാണ് അവരിങ്ങനത്തെ ഫോമുകൾ യൂസ് ചെയ്യുന്നത്. നല്ല സ്ട്രോങ് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ബാറ്ററിൻ്റെ മുകളിൽ യൂസ് ചെയ്യുന്ന ഒരു തരം ലോക്കാണത്. സ്ക്രൂ ചെയ്തിട്ട് ആണ് ഉണ്ടാവുക അത്. Power on. You've plugged into Nirvana. Your device is ready to pair. Adios, amigo. Powering off. നമുക്കിതിൻ്റെ ബാറ്ററി വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബാറ്ററി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നുള്ളത് അതൊന്ന് നോക്കി നോക്കാം. മൾട്ടിമീറ്റർ എടുത്തിട്ടുണ്ട് ഞാൻ. DC വോൾട്ടേജിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്.
അതിൻ്റെ ബാറ്ററി ടെർമിനൽ വെച്ചിട്ട് നമുക്കൊന്ന് അതിൻ്റെ വാല്യൂ എത്ര ബാറ്ററി വോൾട്ടേജ് ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, ബാറ്ററി വോൾട്ടേജ് 3.9 ഉണ്ട്. ബാറ്ററി കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചില സമയത്ത് ബാറ്ററിയിലേക്ക് ലോഡ് വരുമ്പോൾ, അതായത് അത്യാവശ്യം നല്ല വർക്കിംഗ് വരുന്ന സമയത്ത് ചിലപ്പോൾ ബാറ്ററി പറ്റ ഡൗൺ ആയി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. യൂസ് ചെയ്തിട്ടുള്ളത് 1800 mAh ബാറ്ററിയാണ്. നമുക്കിതിന് പകരം ഇവിടെ 2500 ബാറ്ററി ഒക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ബാറ്ററി ബാക്കപ്പ് കുറച്ചും കൂടി കൂടി കിട്ടും. അപ്പോൾ അതൊക്കെ നമുക്കിതിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. BMS ആണിത് ബാറ്ററിയുടെ. അപ്പോൾ ഈ BMS നമ്മൾ എന്ത് ചെയ്യാം, മാറ്റുന്ന ഏതാണോ ബാറ്ററി മാറ്റുന്ന ആ ബാറ്ററിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതാകുമ്പം കുറച്ചും കൂടി നല്ലതാണ് ബാറ്ററിക്ക്. ഓവർ വോൾട്ടേജ് വരികയാണെങ്കിലും പിന്നെ ബാറ്ററിക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലൊക്കെ ഈ BMS ഒരു പരിധി വരെ അത് മാനേജ് ചെയ്യും. BMSൻ്റെ വോൾട്ടേജിൽ എന്തെങ്കിലും അവിടെ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ എന്നുള്ളത് കൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. രണ്ടും ചെക്ക് ചെയ്തിട്ട് വോൾട്ടേജ് വേരിയേഷൻ കാണുന്നില്ല. മിക്കവാറും അത് ബാറ്ററിൻ്റെ ഇഷ്യൂ ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ. അതിൻ്റെ ബാറ്ററിയും സ്പീക്കറിന് ഇഷ്യൂ ഉണ്ടായിരുന്നു. സ്പീക്കറെല്ലാം മാറ്റി. ഇനി നമുക്ക് തിരിച്ച് കേസിനുള്ളിലേക്ക് സ്ക്രൂ ചെയ്തിടാം. Power on. You've plugged into Nirvana. Your device is ready to pair.